ബേസിക് സയൻസിൻ്റെ 6ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒന്നുകൂടി പറയുകയാണ്. പിന്നെ 6 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. 6 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. പിന്നെ അതിൽ 2 ക്വസ്റ്റ്യൻസിന് എന്തുണ്ടാവും? ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ടാവും, എ ഓർ ബി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും നന്നായി അറിയുന്ന എ ആണെങ്കിൽ എ എഴുതുക, ബി ആണെങ്കിൽ ബി എഴുതുക. ഇനി 6 ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? ആ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ കൂടി എഴുതുക. ഓക്കെ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യനാണ്. ഒരു ഫുഡ് ചാർട്ട് തന്നിട്ടുണ്ട്, ഇത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒബ്സർവ് ചെയ്തതിന് ശേഷം ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഫുഡ് ഐറ്റം ഈസ് ഇൻക്ലൂഡഡ് ദ മോസ്റ്റ് ഇൻ ദ ഡയറ്റ്, അല്ലേ? ഏകദേശം ഒരു പൈ ഡയഗ്രാം പോലെ ഉണ്ട്. പിന്നെ നോക്കൂ, റൈസാണ് ഏറ്റവും കൂടുതലുള്ള, അല്ലേ? റൈസ് ആൻഡ് വീറ്റ് ആണ് ഏറ്റവും കൂടുതലുള്ള, 60% കാണുന്നുണ്ട്. ഇനി അടുത്തത്, ആർ ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ അപ്രോപ്രിയേറ്റ് വൈ? ആദ്യത്തെ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതിയ എന്നുള്ളത് എന്ത് ചെയ്യണോ? സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക? കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്നത്, ടു പ്രൊവൈഡ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. പിന്നെയോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഓൾസോ പ്രൊവൈഡ് എനർജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്, പിന്നെന്ത് പ്രോട്ടീൻ, അങ്ങനെ നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പിരമിഡ് വരച്ച സമയത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? വാട്ട് ആർ ദ മെയിൻ ചേഞ്ചസ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ദ ഫാമിലീസ് ഫുഡ് ഹാബിറ്റ്? ഈ ഫാമിലി ഫുഡ് ഹാബിറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? പിന്നെയോ എന്തൊക്കെ കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? അങ്ങനെ നിങ്ങളൊരു സജഷൻ എഴുതാം. ഓക്കെ. ഇനി അടുത്ത ഒന്നിൽ ബി നോക്കൂ. ലുക്ക് അറ്റ് ദ ഫുഡ് ഹാബിറ്റ് ഓഫ് 3 ചിൽഡ്രൻ ആൻഡ് ഡിഫിക്കൽട്ടീസ് ദേ ഹാവ്. അനു ഉണ്ട്, ബിനു ഉണ്ട്, ദീപ ഉണ്ട്. ഓരോ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, പിന്നെ ഒബീസിറ്റി ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്കുള്ള സിംറ്റംസ് ഉണ്ട്. അവർ കഴിക്കുന്ന ഫുഡ് ഐറ്റം, കൂടുതലായിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റം ഉണ്ട്. അപ്പോൾ ഇവരെ ഫുഡ് ഐറ്റത്തിൽ എന്താണ് മിസ്സിങ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡെഫിഷ്യൻസി ഡിസീസ് ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ട്? നമ്മൾ ജസ്റ്റ് നോക്കാം. ഇതിലൊത്ത് ഫൈബേഴ്സ് ഇല്ല. ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കോൺസ്റ്റിപ്പേഷനോ സ്റ്റമക്ക് ഏക്കിനോ സാധ്യതയില്ല. പിന്നെ ഇവിടെ എന്താണ്? ഈറ്റ് ഫ്രൈഡ് ഐറ്റംസ്. ലോട്ട് ഓഫ് എന്താണ് കഴിക്കുന്നത്? ഫ്രൈഡ്, പൊരിച്ച ഐറ്റംസ് ആണ്. പിന്നെ മീറ്റാണ്, എഗ്ഗാണ്, മിൽക്കാണ്. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? ഫാറ്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെയോ അപ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഒബിസിറ്റി, അല്ലേ? പിന്നെയോ ഇവിടെ എന്തുണ്ട്? കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്. ഇൻടേക്ക് ഓഫ് വാട്ടർ വളരെ കുറവാണ്. അപ്പോൾ UTI ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടി കഴിക്കേണ്ട ഗ്ലാസിൻ്റെ എത്ര ഗ്ലാസ് വാട്ടർ പിന്നെ കഴിക്കണം എന്നുള്ളത് നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെയോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് കിട്ടൂല? വിറ്റാമിൻസ് കിട്ടൂല. വിറ്റാമിൻ്റെ ഫ്ലോ ചാർട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയല്ലേ. ഒരു ജനറലായിട്ട് പറഞ്ഞാൽ ഫൈബേഴ്സിൻ്റെ കുറവുണ്ട്, അല്ലേ? ഫൈബേഴ്സിൻ്റെ കുറവുണ്ട്. ഫൈബേഴ്സ് എന്തിന്? പിന്നെ ടു എയ്ഡ് ഡൈജഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? പിന്നെ ഈസി ഡിഫൈക്കേഷൻ എന്ന് പറയുന്നൊരു പോയിൻ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ ഫൈബറിൻ്റെ ഒരു ബോക്സ് ജസ്റ്റ് നോക്കുക. ഓരോരുത്തർ ഓരോ ഒപ്പീനിയൻ, ഓപ്പണായിട്ട് ഒപ്പീനിയൻ എഴുതാം കേട്ടോ. പിന്നെ വാട്ട് അഡ്വൈസ് ഷുഡ് ബി ഗിവൺ ടു ബിനുവിൻ്റെ ഫുഡ് ഹാബിറ്റിൽ എന്തെങ്കിലും പിന്നെ അഡ്വൈസോ സജഷനോ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? അപ്പോൾ ജസ്റ്റ് അഡ്വൈസ് കൊടുത്താൽ മാത്രം പോരാ, ആ അഡ്വൈസിൻ്റെ റീസണും കൂടി എഴുതണം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെ ഇൻക്ലൂഡ് ഫൈബേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒരു റീസൺ എഴുതുക, എന്തിനാണ് ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി എക്സ്പ്ലെയിൻ വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദീപാസ് ഫുഡ് ഹാബിറ്റ്. ദീപയുടെ ഫുഡ് ഹാബിറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? യെസ്. ലെസ് ഇൻടേക്ക് ഓഫ് വാട്ടർ. എന്ത് ചെയ്യണോ? നന്നായിട്ട് വെള്ളം കുടിക്കണം. എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും പിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറല്ലേ? 70% നമ്മുടെ ബോഡിയിൽ വാട്ടറല്ലേ? ബ്ലഡിൽ ഏറ്റവും കൂടുതലുള്ള ബ്ലഡിലുള്ള പിന്നെ ബ്ലഡിൻ്റെ കോമ്പണൻസ് നമുക്ക് എന്ത് ചെയ്യുക? 7ാം ക്ലാസ് പഠിക്കുക, അപ്പം കൃത്യമായിട്ട് കിട്ടും. യെസ്. അടുത്തത് ഒരു വിറ്റാമിനുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ്, അല്ലേ? ജസ്റ്റ് നോക്കൂ. വിറ്റാമിൻ എ മൗത്ത് അൾസർ, പിന്നെ ഗൂസ്ബെറി, ലെമൺ. അപ്പോൾ ഇത് മിസ്റ്റേക്ക് ഉണ്ട്. ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്ട് ചെയ്യണം. ഇതേ ഒരു ബോക്സ് വരച്ചിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എങ്ങനെ മാർക്ക് ചെയ്യുക? യെസ്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് ഇത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റാമിൻ ബിൻ്റെ ഡെഫിഷ്യൻസിയാണ് മൗത്ത് അൾസർ, അല്ലേ? മൗത്ത് സോറ്, വായപ്പുണ്ണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട്. ഇനി സ്കേവി, വിറ്റാമിൻ സിൻ്റെ ഡെഫിഷ്യൻസി. പിന്നെ വിറ്റാമിൻ സിൻ്റെ പിന്നെ സിംറ്റംസ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലീഡിങ് ഓൺ പിന്നെ ഗംസ് ഒക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതെല്ലാം കൂടി ഒരു ബോക്സിലാക്കിയാൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ഏതൊക്കെ ഫുഡ് ഐറ്റത്തിൽ നിന്നാണ് കിട്ടുന്നത്, പിന്നെ അതിൻ്റെ പിന്നെ സിംറ്റംസ് ഒക്കെ ഒരൊറ്റ ബോക്സ് ആക്കിയാൽ മതി. അതിൻ്റെ ഒരു ചാർട്ട് ലാസ്റ്റ് കാണിക്കുക. ക്ലാസ് പറഞ്ഞൊരു ചാർട്ടിൽ
ഇനി ഏതൊക്കെ ഫുഡ് ഐറ്റത്തിനാണ് കിട്ടുക? വിറ്റാമിൻ സി ൻ്റെ കുറവ് കൊണ്ട് വരുന്ന രോഗം സ്കേവി. അപ്പോൾ ഗൂസ്ബെറിയിലും ലെമണിലും വിറ്റാമിൻ സി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. മാത്രമല്ല പിന്നെ വിറ്റാമിൻ സിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, എസ്കോബിക് ആസിഡ് എന്ന് പറയും. നമുക്ക് 7ാം ക്ലാസ്സിലൊരു ബോക്സിലുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ വിറ്റാമിൻ എ എവിടെ നിന്ന് കിട്ടും നമുക്ക്? ക്യാരറ്റ് കട്ട് ചെയ്താൽ കണ്ണുപോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ വിറ്റാമിൻ ബി ബ്രൗൺ റൈസ് സ്പിനാച്ചിലാണ് വിറ്റാമിൻ ബി ഉള്ളത്. സ്കേവിൻ്റെ ഒരു സിംറ്റം ചോദിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? ടെക്സ്റ്റിൽ കൃത്യമായി കൊടുത്തു. പേജ് നമ്പർ 18 എന്തുണ്ട്? മോണയിൽ നിന്നുള്ള ഇനി ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ ക്വസ്റ്റ്യന് നൈറ്റ് ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്താനാണ്. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വെട്ടാം. എന്തുകൊണ്ടാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ബ്രൈറ്റ് ലൈറ്റിൽ കണ്ണ് കാണില്ല എന്നാണ് പറയുന്നത്. പിന്നെയോ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ കനോട്ട് സീ ഡ്യൂറിങ് ഡേ ടൈം. അതും നമുക്ക് വെട്ടാം. ഇനി എയും ബി ആണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ബി ആണ് എന്നാണ്. നിങ്ങൾ എ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു ഡിം ലൈറ്റിൽ കണ്ണ് കാണാൻ പറ്റാത്ത ഒരവസ്ഥക്കാണ് നമുക്ക് എന്ത് ചെയ്യുക? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയാം. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യും? ബ്രൈറ്റ് ലൈറ്റിൽ കണ്ണ് കാണാൻ വേണ്ടി പറ്റും എന്നാണ്. നിങ്ങൾക്ക് പേജ് നമ്പർ 18 തന്നെ ഇതിൻ്റെ ഉത്തരമുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ ഓപ്ഷൻ എ ആണോ ബി ആണോ എന്ന് കൃത്യമായി മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും കാഴ്ച ഇല്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് എന്ത് സമയത്ത് കണ്ണ് കാണാൻ വേണ്ടി പറ്റും? ബ്രൈറ്റ് ലൈറ്റിലും കണ്ണ് കാണും, പിന്നെയോ ഡേ ടൈമിലും കണ്ണ് കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 3 എന്താണ് പറഞ്ഞത്? നമ്മളൊരു